ഹലോ ബിഗ് ബോസ്. കുറച്ച് മുൻപേ നടന്ന സ്റ്റോറി ടെല്ലിങ്ങിൻ്റെ ഇടയിൽ നടന്ന ഒരു ഇഷ്യൂ. അതിൽ ഒനീലും രണയും തമ്മിലൊരു സംസാരം നടക്കുന്നുണ്ട്. അതിനു മുൻപ് ഈ സരികയും ബിന്നിയും ഒക്കെ ആയിട്ടൊരു സംസാരം നടക്കുന്നുണ്ട്. അത് ആദ്യം ഒന്ന് കേൾപ്പിച്ചു തരാം. ഞാൻ നോക്കുമ്പോ ഇവൻ ഗോഷ്ടി കാണിച്ചോണ്ടിരിക്കുക. അപ്പം ആര്യൻ ഇവനാണെന്ന് പറഞ്ഞിട്ട് ഞാൻ അവനെ തോന്നി ഇവരടുത്ത് ഞാൻ പറഞ്ഞു ഞാൻ ആര്യന്റെ അടുത്ത് വെച്ചു എന്താ ചിരിക്കുന്നെന്ന് വെച്ചപ്പോ അവൻ എന്നെ തിരിഞ്ഞു നോക്കിട്ടോ ചിരിക്കാനോ ചേച്ചി എനിക്ക് വയ്യാണ്ടിരിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു നീ അവിടെ നിന്നിക്കാൻ പറഞ്ഞു. കാരണം നീ ഫ്രണ്ടിൽ ഇരുന്നോട്ട് നിന്റെ വയ്യാത്തതിനുള്ള ഗോഷ്ടിയാണ് ഞാൻ കാണിക്കുന്നത്. എന്റെ കാലത്തോട് ആലോചിച്ചു ഞാൻ അവരുടെ അത് എനിക്ക് പറഞ്ഞു ഇവിടെ കൊണ്ടുപോയി കിടത്തി. ഞാൻ സാധാരണക്കാരിയാ. എനിക്ക് പറയുന്നില്ലേ ഇവിടെ ഒരാളുടെ കഥ ഇവിടെ അടുത്ത് ബിന്നി പറയുന്നുണ്ട് ഏറ്റവും ഹ്യൂമാനിറ്റി ഉള്ള ആളല്ലേ ജിസേൽ. കാരണം ഒരു ടാസ്കിൽ എല്ലാവരും കൂടെ ജിസേലിനെ തിരഞ്ഞെടുത്തിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഹ്യൂമാനിറ്റി. ഇതാണ് ഒനീലിൻ്റെ ഭാഷയായിരുന്നു ഈ ബോഡി പുല്ല്. നേരത്തെ മറ്റേ ആ ടാസ്ക് ഉണ്ടായിരുന്നല്ലോ, പിന്നെ എന്തായിരുന്നു, കയ്യാങ്കളിയോ, ഒരു ടാസ്ക് ഉണ്ടായിരുന്നു കുറച്ച് മുൻപ്. ഇവർ പുറത്ത് നിന്ന് അടിയായൊരു ടാസ്ക്. അതിലിങ്ങേര് വിളിച്ച ഭാഷ ഒന്ന് കേൾക്കണം. പുല്ലേ തായൊക്കെ കൂട്ടിയിട്ടുള്ള തെറിയാണ് ഇങ്ങേര് വിളിക്കുന്നത്. കീടം, പുല്ല്, കഴിവില്ലാത്തവളെ. ഇങ്ങേരുടെ മോളുടെ പ്രായം കണ്ടുണ്ടാവും അതിന്. എന്നിട്ടാണ് അതിനോട് ഇങ്ങനെയുള്ള ഭാഷകൾ സംസാരിക്കുന്നത്. ഒനിലേ, ഈ ആഴ്ച അവളെ തന്നെ പോകണമെന്നില്ല, സ്വന്തമായിട്ട് വേണേലും പോവാം കേട്ടോ. അധികം അഹങ്കരിക്കരുത്. ഈ അഹങ്കാരത്തിനുള്ള പണി ഏത് വഴി എവിടെ നിന്നൊക്കെ തിരിച്ചു കിട്ടുമെന്ന് പറയാൻ പറ്റത്തില്ലേ. അപ്പം കിടന്ന് മോങ്ങേണ്ടി വരും. എടാ, അവൾക്ക് ബോയ് ഫ്രണ്ട് ഉണ്ടെങ്കിൽ തനിക്ക് എന്താടോ പ്രശ്നം? തന്നോട് അവൾ വന്നിട്ട് എന്തെങ്കിലും പറഞ്ഞോ? അല്ലെങ്കിൽ അവൾക്ക് ബോയ് ഫ്രണ്ട് ഉണ്ടെങ്കിൽ തനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അതിൽ? അവൾക്കും അവളുടെ വീട്ടുകാർക്കും ഇല്ലാത്ത പ്രശ്നം തനിക്ക് എന്തിനാടോ? അങ്ങേർക്ക് ദേഷ്യം വരുന്നുണ്ടെങ്കിൽ അത് അങ്ങയുടെ കൈ വെക്കണം, അല്ലാണ്ട് ഇമാതിരിയുള്ള വൃത്തിയായിട്ട വാക്കുകളല്ല പറയേണ്ടത്. ഇതിൻ്റെ ഇടയിൽ മ്യൂട്ടി വരുന്നതൊക്കെ ഇങ്ങനെ തെറി വിളിക്കുന്നതാ. അത് പുറത്തോട്ട് കാണിക്കാൻ പറ്റാത്തതുകൊണ്ട് ബിഗ് ബോസ് അത് മ്യൂട്ട് ചെയ്ത് വിടുന്നതാ. ഇതിലൊന്നും ആർക്കും പ്രശ്നമില്ല, ഇതിലൊന്നും ബിഗ് ബോസിലൊന്നും മിണ്ടാനില്ല. ഈ പ്രശ്നമൊക്കെ ഉണ്ടാക്കി വെച്ചൊരുത്തനുണ്ടല്ലോ ആര്യൻ, അവനോണ്ട് എന്താ ആർക്കൊന്നും മിണ്ടാൻ പറ്റാത്തേ? മുട്ടിറക്കുന്നുണ്ടോ അവൻ്റെ മുന്നിൽ പോയി നിൽക്കുമ്പോൾ? ഈ തെറിവിളയും ചങ്കൂറ്റവും കാണിക്കേണ്ട പെൺപിള്ളേരുടെ അടുത്തല്ല, പോയി ആര്യൻ്റെ അടുത്ത് കാണിക്കും. എന്നിട്ട് നമുക്ക് ബാക്കി പറയാം. ശരി, എന്നാൽ ടാറ്റാ.